ഞണ്ട് കറി വെക്കാൻ പോവുകയാണ്. അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു 50 ഗ്രാം, വെളുത്തുള്ളി ഒരല്ലി, പച്ചമുളക് 3 എണ്ണം, തക്കാളിക്ക് 1, മല്ലിയില ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, കുരുമുളകും ആവശ്യത്തിന്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് എണ്ണ, കടുക്, ഉലുവ, ഉപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഉലുവ ഒരു നുള്ളിട്ടാൽ മതി. ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി കടുകും ഇട്ടിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടൊന്ന് പാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിടാനുള്ളത് വെളുത്തുള്ളി, പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം വാടിക്കണം. നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉള്ളി സവാള ഇട്ടെടുക്കാം. ഉള്ളി വാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡിയായി. ഇനി തീയൊക്കെ ഒന്ന് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞണ്ടിന് ആവശ്യമായ മസാല ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കി കാണിക്കുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഉണ്ടാക്കി പഠിക്കുക. എല്ലാവർക്കും അറിയാം, എന്നാലും ഇത് ഞണ്ട് പലരും പല രീതിയിലുള്ള ഞണ്ടുണ്ടാക്കുകയല്ലേ. ഇപ്പം ഞാൻ എൻ്റെ രീതി ഇത് വരട്ടിയെടുക്കും. നല്ല രീതിയിൽ വരട്ടിയെടുക്കും. അപ്പോൾ ഇത് ഇപ്പോൾ മസാല ഇടാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തീ കുറച്ചിട്ട് മസാല ഇടാം. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി എല്ലാം അളവിനെടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചേക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി, മസാലയൊക്കെ കൂടുതലപ്പോൾ ഇത് സാദാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടെയാണ് ചേർത്തത്. കരിയാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് ചേർക്കാനുള്ള കുരുമുളക് പൊടി. ഇത് നമ്മളെ വീട്ടിലെ കുരുമുളകുമായി എടുത്ത് പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് അത് കളറിനൊരു ചേഞ്ച്. മറ്റേ വൈറ്റ് കളറല്ല, അത് നല്ലൊരു കറുപ്പ് കളറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഗരം മസാലപ്പൊടി. ഞാൻ പൊടിച്ച് വെച്ചതാണ് ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഇപ്പോൾ കളറൊക്കെ വ്യത്യാസമായി തുടങ്ങി. ഇനി നമുക്കിതിൽ നമ്മൾ ഞണ്ടിട്ടിട്ടുണ്ട്. മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച് ഇതൊന്നും തന്നെ ഇപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. കാര്യം ഞണ്ടിൽ തന്നെ വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മളെ ഞണ്ട് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കുന്നു. വെള്ളം ഇഷ്ടം പോലെ അതിൽ കുറച്ച് കറിവേപ്പില കഴുകി കൊടുക്കണം. മല്ലിയില അരിഞ്ഞത് നനച്ച് വെച്ചെടുക്കുന്നതിൽ വെള്ളം വേണമെങ്കിൽ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ട് കറി വെള്ളമൊക്കെ ഇറങ്ങിയുണ്ട്. ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. ഞണ്ട് കറി റെഡിയായി. ഇനി കപ്പയും കൂട്ടി കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്തിരിക്കണം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതുക. ശരി, ഓക്കെ. ഇനി അടുത്ത വീഡിയോ വെക്കണം.